ഹലോ നമസ്കാരം, ഞാൻ പ്രീത മേരി തോമസ്. നമുക്കെല്ലാവർക്കും ലോട്ടറി എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓർമ്മ വരിക ദൈന്യതയുള്ള മുഖത്തോടു കൂടി നമ്മൾ ഏതെങ്കിലും കടയുടെ മുന്നിലോ അല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും വൈകല്യമുള്ളവർ അല്ലെങ്കിൽ ജോലിയെടുത്ത് കുടുംബം പോറ്റാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിലുള്ള മനുഷ്യർ ചേച്ചി ഒരു ലോട്ടറി എടുക്കാമോ അല്ലെങ്കിൽ ചേട്ടാ ഒരു ലോട്ടറി എടുക്കാമോ എന്ന് പറയുമ്പം നമ്മളെല്ലാവരും ഒരു ലോട്ടറി എടുക്കാറുണ്ട്. അതാണ് നമ്മൾ മിക്കവരുടെയും ലോട്ടറി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്ന മനസ്സിൽ വരുന്ന ഓർമ്മ. എന്നാൽ എനിക്ക് ലോട്ടറി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് വളരെ പരിചയമുള്ള മദ്യവും ലോട്ടറിയും കാരണം തകർന്നുപോയ ചില കുടുംബങ്ങളെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയമുള്ള സുഹൃത്തുക്കൾ ഒക്കെയും ഈ മദ്യവും ലോട്ടറിയും കാരണം തകർന്നുപോയ കുടുംബങ്ങൾ കാണും. മദ്യവും ലോട്ടറിയും കാരണം ഓരോ വീടുകളിലും എന്തുമാത്രം സ്ട്രെസ്സ് അല്ലെങ്കിൽ എന്തുമാത്രം പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു തിരിച്ചറിവുണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ആദ്യമായിട്ടുണ്ടാകുന്നത് നമുക്കറിയാം ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസാണ്. പല രീതിയിൽ നമ്മൾ വീട്ടിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴാണ് ചിലരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ഇപ്പം ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യന് ഒരു ദിവസം ചെയ്യുന്ന വേതനത്തിൻ്റെ അല്ലെങ്കിൽ 700-800 രൂപ കിട്ടുന്ന കൂലിയിൽ നിന്ന് നല്ലൊരു പങ്കും ഒരു ദിവസം അവർ ഇതിനായി മാറ്റിവെക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു മദ്യം വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ടോ മാറ്റിവെക്കാറുണ്ട്. അത് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അത് നമുക്കെല്ലാവർക്കും ആരും പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ്. പല വീടുകളിലും എസെൻഷ്യൽ നീഡ്സ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലത്തേക്കുള്ള നമ്മുടെ ആരോഗ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ വെച്ചിരിക്കുന്ന പൈസ എടുത്തിട്ട് പല വീട്ടിലെയും എസ്പെഷ്യലി കൂടുതലും അവിടുത്തെ ഹസ്ബൻഡ് അല്ലെങ്കിൽ പിതാവായിരിക്കുമല്ലോ അങ്ങനെ ചെയ്യുന്നത്. അവർ ഈ അത്യാവശ്യമായിട്ട് വെച്ചിരിക്കുന്ന പൈസ എടുത്തിട്ട് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. വളരെ ദുഃഖകരമായൊരു സങ്കടകരമായ ഒരു അവസ്ഥയാണിത്. നമ്മളുടെ എസെൻഷ്യൽ നീഡ്സ് ആയിട്ടുള്ള നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നീക്കി വെച്ചിരിക്കുന്ന പൈസ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് പലരും മാറ്റുമ്പോൾ അവരുടെ വീട്ടിലുണ്ടാകുന്ന ഒരു വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. അതുമൂലം അവർ വലിയൊരു കടത്തിലേക്ക് കടന്നു പോകും. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾക്കറിയാം, നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനുള്ള പൈസ അത് എടുത്തിട്ട് വരുമ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് കടമുണ്ടാകും. ആ കടം ആ കുടുംബത്തിലുണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കടം കാരണം നമ്മുടെ വേറെ പലിശക്കാരിൽ നിന്ന് പൈസ എടുക്കും, ആ പൈസ വീട്ടാതെ വരുമ്പം വേറൊരു പലിശക്കാരിൽ നിന്ന് പൈസ എടുക്കും. അങ്ങനെ ഇതൊരു ലൂപ്പ് പോലെ കടത്തിൽ ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള ഒരു മുതിർന്ന ആൾ അല്ലെങ്കിൽ കുട്ടികൾ അകപ്പെട്ടു പോകുന്ന സമയത്ത് ആ വീടിനത് വളരെ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. ഫോൾസ് സെൻസ് ഓഫ് ഹോപ്പ്, അതായത് അധ്വാനിച്ച് നമ്മൾ പൈസ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിപ്പം ലോട്ടറി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമുക്ക് വലിയൊരു തുക അടിക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അന്ന് കിട്ടുന്ന അന്നുള്ള വരുമാനത്തേക്കാൾ കൂടിയ തുകയ്ക്ക് നമ്മൾ ലോട്ടറി എടുക്കും. ചിലപ്പോൾ ചിലർക്ക് 1000, 2000, 5000 കിട്ടും. അപ്പം അവർ 5000 രൂപ കിട്ടുന്ന സമയത്ത് അവർ അതിൽ എത്രയോ മടങ്ങ് തുക ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ വീണ്ടും അവർക്കൊരു നമുക്കൊരു ഫോഴ്സ് ആയിട്ടുള്ളൊരു ഹോപ്പ് മനസ്സിനകത്ത് വരുവാണ്, പ്രതീക്ഷ വരുവാണ്. വീണ്ടും നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പൈസ അടിക്കും, അപ്പോൾ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അത് ഫാമിലി ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കും. ഫാമിലി കോൺഫ്ലിക്ട്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പം നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള പൈസയൊക്കെ നമ്മളിതിനു വേണ്ടി മാറ്റി വെക്കുന്ന സമയത്ത് സാമ്പത്തികമായി വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അത് ഒരുപാട് വലിയ ആങ്സൈറ്റി, ഒരുപാട് വലിയ സ്ട്രെസ്സൊക്കെ വീട്ടിലുണ്ടാക്കും. ഈ പറയുന്ന പോയിന്റുകളെല്ലാം മദ്യത്തിനും ബാധകമാണ്. ഒരുമിച്ചാണ് ഇത് രണ്ടും കൂടി പറയുന്നത്. കറക്റ്റായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് പലർക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നീടുണ്ടാകുന്ന ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ, മദ്യവും അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിലധികമായിട്ട് നമ്മുടെ സ്പെൻഡ് ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ലോട്ടറീസിനൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും വീട്ടിലുണ്ടാകുന്ന ആങ്സൈറ്റിയും സ്ട്രെസ്സും പ്രശ്നങ്ങളും ഒക്കെ കാരണം വീട്ടിലുള്ള സാധനങ്ങൾ നശിപ്പിക്കാനും അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകളെ നമ്മൾ ഫിസിക്കലി ഉപദ്രവിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ മിക്ക വീടുകളിലും കൂടുതലാണ്. പലപ്പോഴും മദ്യപിച്ച് വരുന്ന അല്ലെങ്കിൽ ഇറസ്പോൺസിബിളായിട്ട് വരുന്ന പല വീട്ടിലത്തെ ഗൃഹനാഥന്മാരും അല്ലെങ്കിൽ മുതിർന്ന പ്രായമുള്ള കുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ അവർ വീട്ടിൽ സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നതിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യം ഇനിഷ്യൽ സ്റ്റേജുകളിലൊക്കെ അവർ സാധാരണ രീതിയിലൊരു ചെറിയ സദസ്സിലോ അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടുകാരുടെ സദസ്സിലോ ഒക്കെ ചെറിയ തോതിൽ ആരംഭിക്കുന്നതായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ പിന്നീട് ഇവരെ ഇത് വലിയ വിപത്തിലേക്ക് അല്ലെങ്കിൽ വലിയ മായിട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ലെവലിലേക്ക് ഇവരെ എത്തിക്കുന്നത് നമ്മൾ പലയിടത്തും കാണാറുണ്ട്.
പിന്നെ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഗൃഹനാഥന്മാരാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള റോൾ മോഡലാണ്. അവിടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്നത് ഇതാണ്. അവർ മുതിർന്നു വരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെയും തന്നെ പിതാവ് അനുകരിക്കുന്ന പോലെ തന്നെ അനുകരിക്കാനുള്ള സാധ്യതയുണ്ട്. മദ്യം കാരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഡ്രഗ്സ് കാരണം ഉണ്ടാകുന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. ഉണ്ടാകുന്ന ഹെൽത്ത് പ്രോബ്ലംസ്, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. പല ആരോഗ്യവാന്മാരായ ചെറുപ്പക്കാരും ഈ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞതിന് ശേഷം അവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഓൾറെഡി തകർന്നു നിൽക്കുന്ന സമയത്ത് തന്നെ ഇവർ രോഗികളായി മാറും. കിഡ്നി പ്രോബ്ലംസോ അല്ലെങ്കിൽ കരൾ രോഗങ്ങളോ ഒക്കെ ആയിട്ട് ഇവർ രോഗികളായിരിക്കുന്ന സമയത്ത് ഇവരുടെ കുടുംബം മിക്കവാറും ഒരു തകർന്ന അവസ്ഥയിലായിരിക്കും. അപ്പോഴായിരിക്കും ഇവർക്ക് വലിയൊരു രോഗം വരുന്നത്. ഈ മദ്യപാനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇവരുടെ മറ്റു തരത്തിലുള്ള ദുശ്ശീലങ്ങളിൽ നിന്നോ ഈ ലോട്ടറി എടുപ്പിൽ നിന്നോ ഒക്കെ ഉണ്ടായ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഇവർക്ക് വീട്ടിലൊരു ഇഷ്യൂ ഓൾറെഡി കാണും. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു രോഗികളാവുന്ന സമയത്ത് ആ കുടുംബത്തെ അത് പൂർണ്ണമായും തകർത്ത് കളയിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരും നേരിട്ട് വീട്ടിൽ അനുഭവിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പലരും നേരിട്ട് കാണുന്നുണ്ട്. എൻ്റെ പരിചയത്തിലുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിൽ പലരും അല്ലെങ്കിൽ പല സുഹൃത്തുക്കളും ഇതേ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പിന്നെ നമ്മൾ അറിയാം, സ്വാഭാവികമായിട്ടും നമ്മൾ മദ്യത്തിനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കും അടിമകളായി കഴിഞ്ഞ ശേഷം നിയമപരമായ രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ ആക്രമണ സ്വഭാവമുള്ളവരായി മാറുക അല്ലെങ്കിൽ നിയമവിരുദ്ധമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് കടന്നു പോകുന്നുണ്ട്. ഈ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ അടിമകളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, കറക്റ്റായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ച് ജീവിക്കാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് മിക്കപ്പോഴും പലർക്കുമുണ്ട്. പലപ്പോഴും പലരും മനഃപൂർവ്വം അല്ലാതെ ആയിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് അല്ലെങ്കിൽ എത്തിച്ചേരുന്നത്. ക്രമേണ ചെറിയ തോതിൽ ആരംഭിക്കുന്ന കാര്യങ്ങൾ നമ്മളെ വലിയൊരു വിപത്തിലേക്ക്, നമ്മുടെ കുടുംബത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബത്തെ മുഴുവൻ തകർത്ത് കളയാവുന്ന, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ മുഴുവനും, അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതത്തെ, അല്ലെങ്കിൽ അതുമൂലം അവരുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന സമൂഹത്തിലുള്ള മറ്റുള്ള മനുഷ്യരെയൊക്കെ വളരെ മോശമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ സർക്കാരുകളൊക്കെ ഇതുപോലെ മദ്യത്തിലും ലോട്ടറിക്കും ഒക്കെ കറക്റ്റായിട്ടുള്ള നിയന്ത്രണങ്ങൾ വരുത്താതിരിക്കുമ്പോൾ സത്യം സമൂഹത്തിൽ ഇതുണ്ടാക്കുന്ന ഒരു വലിയ ഒരു എഫക്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ തന്നെ പല വീടുകളിലും നമുക്ക് കാണാം, പല വീടുകളിലും എടുക്കാൻ താങ്ങാനാവാത്ത വിധത്തിലുള്ള കടങ്ങളും ഭാരങ്ങളും എടുത്തു വെച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളിലും പ്രയാസങ്ങളിൽ നിന്നും ആൾക്കാരെ ഒളിക്കാൻ രക്ഷ കണ്ടെത്തുന്ന സ്ഥലങ്ങളാണ് ഈ മദ്യവും ലോട്ടറിയൊക്കെ. ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന സമ്പത്തിൻ്റെ നല്ലൊരു പങ്കും ഈ മദ്യത്തിനും ലോട്ടറിക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു സുരക്ഷിതത്വമില്ലായ്മ, അല്ലെങ്കിൽ ആ വീട്ടിലുണ്ടാകുന്ന സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ടും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും പല ഗൃഹനാഥന്മാരും അല്ലെങ്കിൽ മുതിർന്ന ആളുകളും ശ്രദ്ധിക്കാറില്ല. അത് അവരുടെ കുടുംബത്തെ വളരെയധികം മോശമായി ബാധിക്കാറുണ്ട്, കുടുംബത്തെ തകർത്ത് കളയാറുണ്ട്. അപ്പം നിങ്ങളിൽ ആരെങ്കിലും ഇത് ലിസൺ ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശീലങ്ങൾ അടിമപ്പെട്ടവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഇതൊരു വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുന്നതിന് മുൻപ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ സമൂഹത്തെയൊക്കെ മനസ്സിൽ കൊണ്ട് ഇതിൽ നിന്നൊക്കെ പിൻവാങ്ങണം. ഇത് സർക്കാർ തലത്തിൽ തന്നെയാണെങ്കിലും ശരിക്കും ഇതൊക്കെ നിയന്ത്രണം ഇതിനൊക്കെ ഏർപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം വെച്ചാൽ താഴെ തട്ടിലുള്ള ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെയും കുടുംബങ്ങളെയാണ് ഈ മദ്യവും ലോട്ടറിയും ഏറ്റവും മോശമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അവരുടെ ഒരു ശരിയായ രീതിയിലുള്ള ഒരു സാമ്പത്തികമായ ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ പ്ലാനിങ്ങും ഒന്നും ഇല്ലാതെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പൈസ സ്പെൻഡ് ചെയ്ത് പോകുമ്പം ഒരുപാട് കുടുംബങ്ങൾ ഇത് തകർത്ത് കളയുന്നുണ്ട്. നിങ്ങളിൽ ഒരാൾ ഇങ്ങനെ ഇതിനൊരു അല്ലെങ്കിൽ ഒരു അഡിക്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് നിൽക്കുക. ഇത്തരത്തിൽ ആളുകൾ അതിനനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ, വീട്ടിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങും അധ്വാനിക്കാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ ആർക്കും എവിടെയും നമുക്ക് ആരുടെ മുന്നിൽ കൈനീട്ടാൻ ജീവിക്കാൻ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾക്കുണ്ട്. ഇതൊന്നും എല്ലാ കാര്യങ്ങളും ഭംഗിയായി തോന്നിയിട്ടും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എന്നാൽ ഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്കും അധ്വാനിക്കാനുള്ളൊരു മനസ്സും ഏത് ചെറിയ ജോലിയും ചെയ്ത് അഭിമാനത്തോടെ ജീവിക്കാനുള്ളൊരു മനസ്സും ഉണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഭംഗിയായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം സർക്കാർ തലത്തിലാണെങ്കിലും ആളുകളെ ഇതിനൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചെറുപ്പക്കാരുടെ ഇടയിലും വളരെയധികം ഈ പ്രവണതകളൊക്കെ കൂടി വരികയാണ്. അതായത് ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്ത ഹോപ്പും പ്രതീക്ഷകളും വെച്ചു പുലർത്തി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അല്ലെങ്കിൽ മറ്റു ഗാംബ്ലിങ്ങിൻ്റെയും ഒക്കെ പുറകെ പോകുന്ന ആളുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു കൊണ്ടുവരികയാണ്. അപ്പം നമ്മളിൽ ഒരാളും ഒരിക്കലും നമ്മൾ ഇത്തരക്കാരിൽ ഒരാളാകാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തോട് നമ്മൾ കാണിക്കാവുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഇത്രയും നേരം എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. താങ്ക് യു.